ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോള് അവര് പറയുന്നൊന്നും കേട്ട് വിഷമിക്കാൻ നിൽക്കണ്ട. അതങ്ങ് വിട്ടേക്ക്. അമ്മയും മോളും കൂടെ മനഃപൂർവ്വം മോളുടെ മനസ്സിനിട്ട് കുത്തുന്നതാ. മോൾ അത് കേട്ട പാവമേ നടിക്കണ്ട. ഒരമ്മയും മോളും നടക്കുന്നു. ഇതേ പ്രശ്നം വേറെയാ. രാജുവും രമ്യയും തമ്മിലുള്ള കല്യാണം നടക്കുകയാണെങ്കിൽ നല്ലൊരു തുക രമ്യ അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. അത് പോയതിന്റെ സങ്കടോ? ഇല്ല വല്യമ്മേ, എന്റെ രാധമ്മ അങ്ങനെയുള്ളവരൊന്നും അല്ല. യോ, ഈ രാധമ്മ ആരാണെന്ന് മോക്കറിയാമോ? പഠിച്ച കള്ളിയാണ്. വെളുത്ത് ചുമന്നിരിക്കുന്നത് കൊണ്ട് മോള് തെറ്റിദ്ധരിക്കരുത്. ഓ, മിന്നുന്നതെല്ലാം പൊന്നല്ല. ഇവരുടെയൊക്കെ മനസ്സ് കറുത്തതാ, വിഷപ്പാമ്പുകള്. ഇങ്ങനെയൊന്നും പറയില്ല വല്യമ്മേ. മോളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. മോൾ ഇവളുമാരെയൊക്കെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. ആ, അത് പോട്ടെ. എനിക്കിന്ന് ചില ചെലവുകളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്യണമായിരുന്നു. ബ്യൂട്ടി പാർലറിൽ ഒന്ന് പോണം. കയ്യില് കാശൊന്നുമില്ല. കാശ് ഞാൻ തരാലോ. ഒരു മിനിറ്റ്. ക്യാഷായിട്ട് കയ്യിൽ 5000 രൂപയുണ്ട്. തൽക്കാലം അത് മതിയോ? അല്ലെങ്കിൽ ഞാൻ ഫോണിൽ അയക്കാം. അയ്യോ, അയക്കൊന്നും വേണ്ട. ഇപ്പൊ ഈ കാശിഞ്ഞതാ. വലിയ കാര്യങ്ങളൊക്കെ അങ്ങനെ കിടക്കുവാ. അതൊക്കെ ഞാൻ പുറകെ പറയാം. ഇപ്പൊ ഞാൻ പോയിട്ട് വരേ. വരുന്നില്ലല്ലോ. നീ എന്തോന്നടാ ഇങ്ങനെ കള്ളന്മാരെ പോലെ പതുങ്ങി പതുങ്ങി നിൽക്കുന്നത്? ഞാനെല്ലാം കേട്ട്. എടാ, ഒളിച്ചു നിന്ന് കേൾക്കുന്ന അത്ര ശരിയല്ല കേട്ടാ. ആ, പോട്ടെ. അത് ഇവിടെ പോണം. അവിടെ നില്ല്. ഷെയർ ഇട്. 5000 ഷെയർ എടുക്കാൻ. 500 പോരാ, 1500 വേണം. എടിഞ്ഞോട്ട് കൊണ്ടുപോ. എന്നെ കൂട്ടണ്ടായിരുന്നു. രാധമ്മ ധൃതിയ മോളെ ചീത്ത പറഞ്ഞത് നല്ല എരിയും പുളിയും ചേർത്ത് അവൻ്റെ കൂടെ അങ്ങ് തട്ടിക്കൊടുക്കാം. പെറ്റ തള്ളയുടെ കരണത്തിട്ട് അവൻ്റെ ഉണ്ട് കൊടുക്കുന്നത് കാണാൻ വല്ലാത്ത ഒരു കൊതി എനിക്ക്. നോവിനാലേ